ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ലൊരു കാടമുട്ട ഫ്രൈ ചെയ്ത് നോക്കിയാലോ. ഈ കോഴിക്കോടും ബീച്ചിലും വയനാടൊക്കെ കിട്ടണ പോലത്തെ നല്ലൊരു കാട ഫ്രൈ. അവിടുത്തെ കാട ഫ്രൈ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. നമ്മുടെ കാടമുട്ട ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഫസ്റ്റ് കാടമുട്ട എടുത്തിരിക്കണം. ഈ കാടമുട്ട നമുക്ക് ഇനി ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. കാടമുട്ട ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. കാടമുട്ട ഞാനിപ്പോൾ വേവിച്ചെടുത്തത് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകത്തിന്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണക്കൊന്ന് മാറിയതിനു ശേഷം ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില നല്ല നാടൻ വേപ്പില തന്നെ ഇടാൻ നോക്കണം. അത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്ത് ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം മസാലക്ക് മാത്രമുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. കാടമുട്ടയിൽ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തൊലി കളഞ്ഞ് വെച്ച കാടമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. മസാല ഒക്കെ കാടമുട്ടമ്മ നന്നായി പിടിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാടമുട്ട ഫ്രൈ ആണിത്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് കാടമുട്ട കിട്ടുമ്പോൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെയും ബൈ.